എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ കുപ്പിയിലൊരു കഥകളി മുഖം വരച്ചിരിക്കുകയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു സീസറിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലാദ്യം ബേസ് കോട്ടായിട്ട് നമുക്ക് വൈറ്റ് അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ടൈപ്പ് ബോട്ടിലാണ് ഈ സീസറിൻ്റേത്. ഇതാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു എഴുത്തുകളോ മറ്റോ ഒന്നുമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. കുറച്ച് മുമ്പ് ഞാൻ ഇത്തരം സീസറിൻ്റെ ബോട്ടിലിനകത്ത് ഒരു തെയ്യം ഫേസ് വരച്ചിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണാൻ ശ്രമിക്കണേ. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അങ്ങനെ ഈ ബേസ് കോട്ട് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ഡ്രൈ ആക്കാനായിട്ട് വയ്ക്കാം. ഈ ബേസ് കോട്ടെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു ചിത്രമാണ് ഈ ബോട്ടിലേക്ക് വരച്ചെടുക്കേണ്ടത്. ഇത് വരച്ചെടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഒരു കാർബൺ പേപ്പർ വെച്ചിട്ട് അങ്ങ് ട്രേസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഈ വരയ്ക്കുമ്പോഴത്തേക്ക് ചിത്രം അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ച് ബോട്ടിലുമായിട്ട് ഇതങ്ങ് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിന് മുകളിൽ കൂടെ കറക്റ്റായിട്ട് അങ്ങ് വരച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു ജോലി. ഈ പിക്ചർ ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് ഈ ബോട്ടിലിൻ്റെ അളവിനനുസരിച്ച് സെറ്റ് ചെയ്തെടുത്ത് പ്രിൻ്റ് എടുത്തതാണ്. അങ്ങനെയെല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പർ ഒന്ന് ഇളക്കി നോക്കാം. അങ്ങനെ ഇതെല്ലാം കറക്റ്റായിട്ട് പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്ലാക്ക് കൊടുക്കേണ്ട കുറച്ച് പോർഷനുകളങ്ങ് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ഈ പുരുകങ്ങളങ്ങ് വരച്ചെടുക്കുകയാണ്. ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാടങ്ങ് കൂടിപ്പോയിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ കുറച്ച് ഫാസ്റ്റായിട്ടങ്ങ് കാണിച്ചു പോവുകയാണ്. ഇനി ഈ കണ്ണുകളുടെ ചുറ്റുമുള്ള ഭാഗങ്ങളങ്ങ് വരച്ചെടുക്കാം. അങ്ങനെ ഇത്ര ഏരിയയിലെ ബ്ലാക്ക് കളർ അങ്ങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫേസിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഗ്രീൻ കളർ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സാപ്പ് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ കളർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പേ വേറൊരു കഥകളി ഫേസ് വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ഉപയോഗിച്ചിട്ട് ഒരു കഥകളി ഫേസ് നിർമ്മിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണണേ. ഈ രണ്ട് ഗ്രീനിൻ്റെ അളവുകൾ കൂട്ടിയും കുറച്ചും കൊണ്ട് ചെറിയൊരു ഷെയ്ഡിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ നെറ്റിൽ യെല്ലോ കളറാണ് കൊടുക്കേണ്ടത്. രണ്ട് കർണാഭരണങ്ങൾക്കും യെല്ലോ കളർ തന്നെ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നമ്മളിനി റെഡ് കളർ കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ചുണ്ടിലും റെഡ് കൊടുക്കണം. ഈ കർണാഭരണത്തിലെ റെഡ് ഭാഗങ്ങളും അങ്ങ് കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഈ നെറ്റിയുടെ മുകൾഭാഗത്ത് കുറച്ച് ഏരിയയിലും റെഡ് കൊടുത്തിട്ടുണ്ട്. ഈ കഴുത്തിൻ്റെ ഭാഗത്ത് ഞാൻ ഫ്ലഷ് ടിൻ്റ് കളറാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 3 ലെയറുകൾ ആദ്യം ബ്ലാക്ക് കൊണ്ടൊന്ന് വരച്ച് വേർതിരിക്കുകയാണ്. ആദ്യം ഈ പുറത്തെ ലെയറിൽ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഈ വൈറ്റിനകത്ത് ലേശം ബ്ലാക്ക് കൂടെ അപ്ലൈ ചെയ്തിട്ട് ഒരു ലൈറ്റ് ആഷ് കളറിലാണ് അടിച്ചു കൊടുക്കുന്നത്. അതിനെക്കാട്ടിയും കുറച്ചുകൂടെ ലൈറ്റ് ആക്കിക്കൊണ്ട് അടുത്ത ലെയർ അടിച്ചു കൊടുക്കുന്നു.
അകത്തെ ലെയറിൽ വൈറ്റ് മാത്രമായിട്ട് അടിച്ചു കൊടുക്കുന്നു. അങ്ങനെ 3 ലെയറുകളിലും കളർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പുറത്തെ 2 ലെയറുകളും ഇച്ചിരി ഡാർക്കായിട്ട് ഇരിക്കുന്നെങ്കിലും നമ്മൾ പിന്നീട് വൈറ്റ് മാത്രം ഉപയോഗിച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കും. അപ്പോഴത്തേക്ക് ഇതങ്ങ് ക്ലിയർ ആയിക്കോളും. മുകളിലത്തെ ഈ ഒരു പോർഷനിലും കൂടെ ബ്ലാക്ക് കൊടുക്കുകയാണ്. എനിക്ക് ഏറ്റവും വരയ്ക്കാൻ ഇഷ്ടമുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് ഈ കഥകളി ഫേസും അതേപോലെ തന്നെ ബുദ്ധൻ്റെ ഫേസും. ഈ ബുദ്ധൻ്റെ ഫേസ് ഞാൻ ഇതിനു മുമ്പ് 2 എണ്ണം ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഒരു ബോട്ടിലിനകത്ത് ക്ലേ ഉപയോഗിച്ച് ചെയ്തു. അതേപോലെ തന്നെ മറ്റൊരെണ്ണം ഈ വാൾ ഹാങ്ങറായിട്ടും ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണണേ. അതുപോലെ തന്നെ ഈ കണ്ടത്തിൻ്റെ ഭാഗത്തിനും ബ്ലാക്ക് കൊടുക്കുന്നു. നമുക്കിവിടെ പിന്നീട് ആഭരണം വരെ ചേർക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടൊരു ബേസ് ആയിട്ടാണ് ഈ ബ്ലാക്ക് കൊടുത്തത്. ഇവിടെ നമ്മൾ ഈ മാല വരച്ചെടുക്കുകയാണ്. ചെറുതായിട്ട് ഡോട്ടുകളിട്ട് നമുക്ക് ആ ഒരു ടെക്സ്ചറിലേക്ക് എത്തിക്കാം. ഈ ഭാഗം നമ്മൾ ഓറഞ്ചും റെഡും കൂടെ ചേർത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. ഇവിടെ നമ്മളൊരു ബ്രൗൺ കളറിലെ ഷോൾ വരച്ചു കൊടുക്കുകയാണ്. ഈ ഭാഗത്ത് മുത്തുകൾ കൊണ്ടുള്ള ഒരു അലങ്കാരമാണുള്ളത്. ഇവിടെ ഞാൻ സിൽവർ മെറ്റാലിക് വെച്ചിട്ട് ഡോട്ട് പോലെ ഇട്ട് മുത്തുകൾ പോലെ ആക്കിയെടുക്കുകയാണ്. ഈ കണ്ടത്തിൻ്റെ ഭാഗത്തും അതുപോലെ സിൽവർ മെറ്റാലിക് വെച്ചിട്ട് ഡോട്ടുകൾ ഇട്ടിട്ടുണ്ട്. ഇവിടെയും മെറ്റാലിക് കളർ വെച്ചിട്ട് ഒരു ആഭരണം പോലെ വരച്ചെടുക്കുകയാണ്. ഏറ്റവും താഴ്ഭാഗത്തേക്ക് ഈ ലൈനുകൾ പോലെ അങ്ങ് വരച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ കർണാഭരണങ്ങളിലും കുറച്ച് മെറ്റാലിക് കളറൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ കണ്ണുകൾ വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ ഇരുവശങ്ങളിലും കുറച്ച് ബ്ലാക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട്, ഇച്ചിരി ഡാർക്കായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഈ ബോട്ടിലിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം ഞാനങ്ങ് ബ്ലൂ കളർ കൊടുക്കുകയാണ്. അൾട്രാമറൈൻ ബ്ലൂ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഈ കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഈ ബ്ലൂ കളറും കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ കളറെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇനി ഈ നെക്കിലേക്ക് ഒരു ത്രെഡ് ചുറ്റി കൊടുക്കുകയാണ്. അങ്ങനെ ത്രെഡും ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിനകത്ത് ചെറിയ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനത് ക്ലേ വെച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. നമുക്കിത് ബോട്ടിൻ്റെ ഏറ്റവും മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് ഒട്ടിക്കുന്നത്. ഇതെല്ലാം ഇപ്പം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് യെല്ലോ അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഫൈനൽ വർക്ക് എന്ന് പറയുന്നത് ഇതിനകത്തേക്ക് വാർണിഷ് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്.
ഈ വാർണിഷും കൂടെ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ക്രാഫ്റ്റ് കളറൊന്നും ഫെയ്ഡ് ആകാതെ നല്ല ഒരു തിളക്കത്തോടെ അങ്ങ് നിലനിന്നോളും. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇത് അത്യാവശ്യം വരയ്ക്കാൻ അറിയാവുന്നവർക്ക് വളരെ എളുപ്പമുള്ളൊരു വർക്ക് തന്നെയാണ്. കാണുമ്പോൾ ഇച്ചിരി കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടെന്ന് തോന്നെങ്കിലും നമ്മൾ ഈ കളറൊക്കെ കുറേ കൊടുത്തു വരുമ്പോഴത്തേക്ക് വളരെ മനോഹരമായിട്ട് തന്നെ അതങ്ങ് മാറും. ഞാൻ ഈ പെയിൻറ്റിംഗ് ഒന്നും അങ്ങനെ പഠിച്ചിട്ടുള്ളതല്ല, ഇതിനോടുള്ള താല്പര്യം കൊണ്ട് ഞാനങ്ങ് ചെയ്തതന്നേ ഉള്ളൂ. നമ്മളെല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അതിൻ്റെ ട്രൈഡ് പിക്സ് ഒക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒന്ന് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഒരു സന്തോഷം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക. ഈ ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. കൂടെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അല്ലെങ്കിൽ ആളെന്ന ബട്ടനും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി മുതലിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.